മതവിശ്വാസങ്ങൾ ഒരുപാട് ചർച്ച ചെയ്യപ്പെടുകയാണ്. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ മനസ്സിലായി, ഒരു ഹോളി ദിനമായിരുന്നു, ഒരു പാവനമായൊരു ദിവസം, റംസാൻ ദിനമാണായിരുന്നു. മറ്റുള്ള ആൾക്കാരുടെ ഒരു മതവിശ്വാസത്തിൻ്റെ പേരിൽ മറ്റൊന്നിനെ ആക്രമിക്കപ്പെടുന്നൊരു ധാരണ അവിടെ കവർ ചെയ്യപ്പെടുന്നു, മൂടപ്പെടുന്നു. ഇന്നലെ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം കേരളത്തിൽ ആറ്റുകാൽ പൊങ്കാലയായിരുന്നു. അവിടെ ആറ്റുകാൽ പൊങ്കാല ഒരുക്കാൻ വേണ്ടിയുള്ള ഒരു പള്ളിയുടെ വേദി മറ്റൊരു മതസ്ഥർക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കുന്നു. സൗഹാർദ്ദത്തിൻ്റെയും സൗഹാർദ്ദമില്ലായ്മയുടെയും ഒക്കെ രണ്ട് വശങ്ങൾ കാണിച്ച അതിമനോഹരമായിട്ടും എന്നാൽ അത്ര മനോഹരമല്ലാത്തതുമായിട്ടുള്ള രണ്ട് കാഴ്ചകളാണ് കാണിച്ചത്. തീർച്ചയായിട്ടും മനുഷ്യൻ ദൈവത്തെ ഉൾക്കൊള്ളുന്നതിൽ പരാജയപ്പെട്ടൊരു ഒരു ജീവിയാണ്. മനുഷ്യന് ദൈവത്തെ ഉൾക്കൊള്ളാൻ പരാജയപ്പെട്ടത് എന്തുകൊണ്ടാണ്? മനുഷ്യൻ ദൈവവിശ്വാസി അല്ലാത്തതുകൊണ്ടല്ല, ദൈവത്തിൽ സമർപ്പിക്കുന്നവനല്ലാത്തതുകൊണ്ടല്ല. മനുഷ്യൻ്റെ യുക്തമായിട്ടുള്ള ചിന്താശേഷി, മനുഷ്യൻ തന്നെ തൻ്റെ ലിമിറ്റേഷൻസ് ഇത് ഉൾക്കൊള്ളാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു പൂവ് ദൈവവിശ്വാസിയാണോ? ആണ്. പൂവ് ദൈവവിശ്വാസിയാണ്. തൻ്റെ ഓരോ ശ്വാസവും ദൈവവിശ്വാസത്തിലേക്കും ദൈവത്തിൻ്റെ സമർപ്പണത്തിലേക്കുള്ളൊരു മന്ത്രമാണ്. നമ്മൾ ജീവൻ ദൈവവിശ്വാസിയാണോ? ആണ്. ജീവൻ എന്താണ്? ദൈവവിശ്വാസിയാണ്. നമ്മുടെ ശ്വാസം എന്താണ്? അതും ഓരോ ദൈവിക സമർപ്പണത്തിൻ്റെ ഒരു മന്ത്രമാണ്. അല്ലാന്ന് പറയാൻ പറ്റുമോ? നമ്മൾ പൾസ് ഫീൽ ചെയ്യുമ്പം ഈ പൾസിലൂടെ നമ്മൾ എന്താണ് നടക്കുന്നത്? ദൈവിക സമർപ്പണമാണ്, ഈശ്വര സമർപ്പണമാണ്, അല്ലേ? ശരിക്കും പറഞ്ഞാൽ മനുഷ്യൻ ആസ് എ ഹോൾ ഒരു നല്ല ഉത്തമ ഈശ്വര നിയന്ത്രണത്തിലുള്ള ഒരു സ്പീഷീസാണ്. എല്ലാ ജീവികളും, എല്ലാ ജീവജാലങ്ങളും, എല്ലാ ഗ്രഹങ്ങളും, എല്ലാ നക്ഷത്രങ്ങളും, സമയവും എല്ലാം ഈ കൺട്രോളിലാണ്. ആ ഒരു ലെവലിലേക്ക് നമ്മളുടെ ദൈവബോധം വളരുമ്പോഴാണ് നമുക്ക് ഇതുപോലുള്ള തട്ടിപ്പിൻ്റെയും വെട്ടിപ്പിൻ്റെയും മട്ടിപ്പിൻ്റെയും ഒക്കെ അവസ്ഥയിലുള്ള ദൈവത്തിൻ്റെ പേരിൽ നടക്കുന്ന കച്ചവടങ്ങളും ദൈവത്തിൻ്റെ പേരിൽ നടക്കുന്ന തർക്കങ്ങളുമൊക്കെ നിഷ്ഫലമായി പോകുന്നതും ഇതൊന്നും ദൈവവിശ്വാസം അല്ല എന്നുള്ള തോന്നലുകൾ നമുക്കുണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ കുറിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങൾ അതെന്താണ് എന്നുള്ളത് നമുക്ക് മാറണം. ഈ നിമിഷത്തിലെ ഒരു എക്സിസ്റ്റൻസ് ആയിട്ട്, നിലനിൽപ്പായിട്ട് ദൈവത്തെ അനുഭവിക്കുന്നൊരവസ്ഥ ഉണ്ടാവണം. ആ അവസ്ഥ അനുഭവിക്കുന്നതിന് മുമ്പിൽ ഏറ്റവും വലിയ തടസ്സമായി നിൽക്കുന്നത് ഇന്ന് മതവിശ്വാസങ്ങൾ തന്നെയാണ്. മതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ മനുഷ്യനും ഒരു മതമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഓരോ മനുഷ്യനും വ്യത്യസ്ത മതമാണ്, വ്യത്യസ്ത വിശ്വാസമാണ്, വ്യത്യസ്ത നിയമസംഹിതകളാണ്, അല്ലേ? അല്ല എന്ന് പറയാൻ പറ്റുമോ? പബ്ലിക്കായിട്ട് ഓരോ മതത്തിനൊരു വിശ്വാസം ഉണ്ടെങ്കിലും ഓരോ മനുഷ്യനും വ്യത്യസ്തതകളുണ്ട്. അവൻ്റെ ഫിംഗർ പ്രിൻറ്റ് വ്യത്യസ്തമായതുപോലെ ഓരോ മനുഷ്യനും വ്യത്യസ്തരാണ്. ആ വ്യത്യസ്തതകൾ അംഗീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ പ്രശ്നങ്ങൾ വരുന്നില്ല. ചില മനുഷ്യർക്ക് പാട്ട് പാടാൻ പാടില്ലായിരിക്കാം, ചില മനുഷ്യർ പാട്ട് പാടാം, ചിലർക്ക് നൃത്തം ചെയ്യാൻ പാടില്ലായിരിക്കാം, ചിലർക്ക് നൃത്തം പാടാം. അങ്ങനെ പല രീതിയിലുള്ള വിശ്വാസങ്ങൾ നമ്മൾ സോഷ്യൽ റെഫറൻസ് എടുത്തിട്ട് ഓരോ മനുഷ്യൻ രൂപപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അത് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യമാണ്, അവൻ്റെ വിശ്വാസം എങ്ങനെ രൂപപ്പെടുത്തണം എന്നുള്ളത്. അത് അവൻ്റെ ചിന്തകൾക്കും അവന് നേടിയെടുക്കുന്ന അറിവുകൾക്കും അനുസരിച്ച് മനുഷ്യൻ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന, അതിനെല്ലാവരും മാനിക്കണം. മനസ്സിലായില്ലേ? ദൈവസങ്കല്പങ്ങൾ നമ്മളൊരിക്കലും ഈ ആൾക്കാർ കാണിരുന്നപ്പോൾ കഴിഞ്ഞ ദിവസം ഏതൊരു ഒരു കൊടിമരം വെച്ചിട്ട് അതിലേക്ക് ഇങ്ങനെ അതൊന്നും ദൈവവിശ്വാസത്തിൻ്റെ മാതൃകയായിട്ട് കാണരുത്. അതിലൂടെയൊന്നും നമ്മൾ പടച്ചവൻ അനുഭവിക്കരുത്. പറഞ്ഞ മനസ്സിലായില്ലേ? ഈ തർക്കിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കി എന്നൊക്കെ പറയുമ്പോൾ അവിടെ നിന്ന് നിങ്ങൾ പടച്ചവൻ അനുഭവിക്കരുത്. ഈ പുരോഹിതന്മാരും പണ്ഡിതന്മാരൊക്കെ പറയുമ്പോൾ അവരൊക്കെ ബഹുമാനിക്കുകയും ആദരിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് തന്നെ അവരൊക്കെ പറയുന്നിടത്ത് നിങ്ങൾ പടച്ചവനെ അനുഭവിക്കാൻ പോകരുത്. മനസ്സിലല്ലേ? പടച്ചവൻ എന്ന് പറഞ്ഞാൽ റിയൽ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസാണ്. ദൈവം എന്ന് പറഞ്ഞാൽ റിയൽ ആയിട്ടുള്ള എക്സ്പീരിയൻസാണ്, ഇപ്പോഴുള്ളൊരു അനുഭവമാണ്. ഇപ്പോഴത്തെ പ്രപഞ്ചത്തിൻ്റെ ഇപ്പോൾ സുനിത വില്യംസ് ബഹിരാകാശത്ത് കിടക്കുക, അവരവിടെ നിന്ന് അനുഭവിക്കുന്ന ഒരു നിയന്ത്രണം ഉണ്ടല്ലോ. നമ്മളിവിടെ നിന്ന് റിമോട്ട് വെച്ചിട്ട് ബഹിരാകാശ പേടകത്തെ നിയന്ത്രിക്കുമ്പോഴും ആ ബഹിരാകാശത്ത് കിടക്കുന്ന ഓരോ ഗ്രഹങ്ങളെയും ചന്ദ്രനെയും സൂര്യനെയും ഓരോ നിമിഷത്തെയും ഒരു നിയന്ത്രണ ശക്തിയായിട്ടുള്ളൊരു യൂണിവേഴ്സൽ ഇൻ്റലിജൻസ് അതുണ്ടെന്ന് മാത്തമാറ്റിക്സ് തെളിയിച്ചിട്ടുണ്ട്. ശാസ്ത്രം തെളിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ശാസ്ത്രം പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. ബഹിരാകാശത്തേക്ക് സഞ്ചാരം, ആ ഇൻ്റലിജൻസ് ആണ് നമ്മൾ വിശ്വസിക്കേണ്ട ദൈവം. ആ ഇൻ്റലിജൻസിനനുസരിച്ചായിരിക്കണം നമ്മളുടെ മനുഷ്യൻ്റെ ലിമിറ്റഡ് ആയിട്ടുള്ള വിശ്വാസങ്ങളെയൊക്കെ തട്ടി ഉറച്ചിട്ട് നമ്മൾ ആ ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മൾ എൻട്രി ആവേണ്ടത്. പറഞ്ഞു മനസ്സിലായില്ലേ? പക്ഷേ നമ്മൾ ഭൂരിഭാഗം പേരും അതല്ല ചെയ്യുന്നത്. ഇവിടെ ഉള്ള തർക്കങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള രാഷ്ട്രീയ കാഴ്ച, ഇതൊക്കെ വളരെ നിസ്സാരമായിട്ടുള്ള
തർക്കങ്ങളും മറ്റുമാണ് നടക്കുന്നത്. നിസ്സാരമാണ്. നമ്മൾ ദൈവത്തിൻ്റേതെന്ന് പറഞ്ഞുകൊണ്ട് കാട്ടിക്കൂട്ടുന്ന മതങ്ങളുടെ പേരിലും ഇവർക്ക് വേർതിരിച്ച് കാണിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും കളിത്തമാശ എന്നതിനപ്പുറം ഒന്നും എടുക്കാൻ പാടില്ല. പിന്നെ ആൾക്കാർ എങ്ങനെ വേണമെങ്കിൽ വിശ്വസിച്ചോട്ടെ. കഴിഞ്ഞ ദിവസം ഏതോ ഒരാൾ ഒരു മഹാനായൊരു പണ്ഡിതനെ വിളിച്ചിട്ട് ഇങ്ങനെ ദൈവത്തിലേക്ക് പറയിക്കുന്നത് കണ്ട്. അയാൾ അങ്ങനെ വിളിച്ചോട്ടെ, എന്താ ഇപ്പോൾ കുഴപ്പം? അയാൾ ആ യൂണിവേഴ്സൽ ദൈവത്തെ ഇപ്പം നിൽക്കുന്ന റിയൽ എക്സ്പീരിയൻസിനെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയെടുത്ത വിശ്വാസത്തിൻ്റെയും മനോഭാവത്തിൻ്റെ അടിച്ചിൽ ഡിഫൻസ് ഇട്ടിട്ട് ഈ ദൈവത്തെ ഉൾക്കൊള്ളാൻ, നമ്മുടെ ജീവനേക്കാൾ നമ്മോട് ചേർന്ന് നിൽക്കുന്ന ദൈവത്തെ നേരിട്ട് പ്രാർത്ഥിക്കാനും മറ്റും ഉള്ളതിന് മുമ്പിൽ തടസ്സമാക്കി റെസ്ട്രിക്ഷനാക്കി വെച്ചിരിക്കുക. നമ്മളൊന്ന് ശ്വാസം ഉള്ളോട്ടെടുത്ത് ഇപ്പം നമ്മൾ അനുഭവിക്കുന്ന ഒന്നുണ്ടല്ലോ, ഈ അനുഭവത്തിന്, നമ്മൾ അനുഭവിക്കുന്ന അനുഭവത്തിനേക്കാളും ഈ അനുഭവത്തിനേക്കാളും അടുത്ത് നമ്മൾ ദൈവസാമീപ്യമുണ്ട്, ദൈവസാന്നിധ്യമുണ്ട്. മനസ്സിലായില്ലേ? അതാണ് അറിഞ്ഞേ പറ്റുള്ളൂ. ഞാൻ തന്നെയാണ് ദൈവമെന്നൊക്കെ വ്യാഖ്യാനിക്കാമെന്നൊക്കെ പലരും പറയും. അങ്ങനെ വ്യാഖ്യാനിച്ചാലും ഇല്ലെങ്കിലും ഈ അനുഭവം ഇപ്പോൾ നമ്മളെ ജീവനേക്കാളും ജീവിതത്തേക്കാൾ നമ്മുടെ അടുത്തുള്ള ഒന്നാണ്. ആ ലെവലിലേക്ക് നമ്മൾ പോകുമ്പോഴാണ് നമുക്ക് എന്താ പറയുക, മനുഷ്യരൊക്കെ ഒരേ രൂപത്തിൽ കാണാൻ, മനുഷ്യരോട് സ്നേഹം കാണിക്കാൻ, ആദരവ് കാണിക്കാൻ, ദയ കാണിക്കാനൊക്കെ സാധ്യമാവുള്ളൂ. കാരണം നമ്മളെ തലയിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക ഒരുപാട് റെസ്ട്രിക്ഷൻസ്, ലിമിറ്റേഷൻസ്, നമ്മൾ പലതിൽ നിന്ന് റെഫറൻസ് എടുത്തുണ്ടാക്കിയ നമ്മുടെ കാഴ്ചപ്പാടുകൾ, വിശ്വാസങ്ങൾ, ഇത് നമുക്ക് ഈ ഒരു അവസ്ഥ ആസ്വദിക്കുന്നതിനൊരു തടസ്സമായി നിൽക്കുകയാണ്. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ഹയറാർക്കി ഓഫ് നീഡ്സ് എന്ന് പറയും ബ്രഹാം മാലോസ്ല വൈദ്യ, അതിൻ്റെ ഔന്നിധ്യഭാവത്തിലേക്ക് നമ്മളെത്തുക. ശ്രീബുദ്ധനെ കുറിച്ച് പഠിക്കുമ്പോൾ ശ്രീബുദ്ധൻ എത്തിയ ഔന്നിധ്യഭാവത്തിലേക്ക് നമ്മളെത്തണം. മനസ്സിലായില്ലേ? ശ്രീബുദ്ധൻ ആ ഔന്നിധ്യഭാവത്തിലേക്ക് എത്തിയപ്പോൾ അവിടെ റെസ്ട്രിക്ഷൻസും ഒബ്സഷൻസും ഇല്ലാതായി അല്ലേ? പ്രവാചകന്മാർ എല്ലാവരും ആ ഒരു ഹയറാർക്കിയുടെ ഹയർ ലെവലിലേക്ക് എത്തിയവരാണ്. ഒരുപാട് ഗുരുക്കന്മാർ ആ ലെവലിലേക്ക് എത്തിയവരാണ്. ഈ തർക്കിച്ചിരിക്കുന്ന ഗുരുക്കന്മാരും ആചാര്യന്മാരും ഒക്കെ കാണുമ്പം നമ്മൾ ഒന്ന് മനസ്സിലാക്കിയാൽ മതി, അവർ ആ ലെവലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. അവരെ ഒന്ന് അവഗണിക്കാനോ പരിഗണിക്കാതിരിക്കാനോ അവരെ അനാദരവ് കാണിക്കാനോ പാടില്ല. ഒരു മനുഷ്യനും നമ്മൾ അനാദരവ് കാണിക്കരുത്. നമ്മൾ ഒരാളൊരു ദൈവവിശ്വാസിയാണെങ്കിൽ ഒരാളോട് അനാദരവ് കാണിക്കരുത്. ദൈവം ആരോടാണ് അനാദരവ് കാണിക്കുന്നത്? ആരോടാണ് അനാദരവ് കാണിക്കുന്നത്? നമ്മുടെ ഓരോ കോശത്തോടും ആദരവ് കാണിക്കുന്നു. നമ്മുടെ ഓരോ ജീവനുള്ള ഓരോ സ്പന്ദനത്തിലും ആ തുടിപ്പിലും ഒരു യൂണിവേഴ്സൽ, ഒരു ദൈവിക കോൺഷ്യസ്നെസ് ഉണ്ട്. മനസ്സിലായില്ലേ? ഓരോ എംറ്റിനെസ്സിലും നമ്മൾ ഒരുപാട് എംറ്റിനെസ് എന്ന് പറഞ്ഞാൽ എനർജിയാണ്. ഈ എനർജി ചേർന്നിട്ടാണ് ഈ പ്രപഞ്ചം മുഴുവനും ഉണ്ടായിട്ടുള്ളത്. അനന്തവിശാലമാണ് പ്രപഞ്ചം. ഇതൊരു ശൂന്യതയിൽ നിന്നാണ് വരുന്നത്. ഇതിനൊക്കെ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമുണ്ട്. ബഹിരാകാശ പേടകത്തിൻ്റെ റിമോട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇടുമ്പം സുനിത വില്യംസിന് ഇങ്ങോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള വഴികൾ നമ്മൾ റിമോട്ട് കൺട്രോൾ ഇവിടെ നിന്ന് നിർവഹിക്കുമ്പം അതിലും ശക്തമായിട്ടുള്ള റിമോട്ട് കൺട്രോളിൻ്റെ നിയന്ത്രണത്തിൽ തന്നെയാണ് ഈ പ്രപഞ്ചം. ഒരു സംശയവുമില്ല അതിൽ, ഒരു സംശയവുമില്ല. യൂണിവേഴ്സൽ ഇൻ്റലിജൻസ്, ഒരു കോൺഷ്യസ്നെസ് ഇല്ലാതെ ഒരു ചന്ദ്രനിൽ പോകാൻ മനുഷ്യർ ഇത്ര ബദ്ധപ്പാടുപെടുന്നുണ്ട്. അതിലും വിശാലമായ എത്രയോ ചന്ദ്രനുകളും ഭൂമിയെപ്പോലുള്ള ഗ്രഹങ്ങളും ഉണ്ടെന്നാണ് പറയുന്നത്. ഇതൊക്കെ ഇവിടെ നിലനിൽക്കാൻ സാധ്യമായ ഒരു ഇൻ്റലിജൻസ് ഇല്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കൽ അശാസ്ത്രീയമാണ്. ഒരിക്കലും സാധ്യമല്ല. വിശ്വസിച്ചേ പറ്റുള്ളൂ. ആ ഒരു ലെവലിലേക്ക് നമ്മളുടെ ചിന്താധാര എത്തണം. ദൈവം മനുഷ്യനെ എങ്ങനെ കാണുന്നോ അതേപോലെ നമുക്കും സൃഷ്ടികളെ കാണാൻ പറ്റണം. നമ്മുടെ തലയിൽ ഉണ്ടാക്കി വെച്ച പല വിശ്വാസത്തിൻ്റെയും മനോഭാവത്തിൻ്റെ അതിനോടുള്ള നമ്മുടെ അഡിക്ഷൻ്റെയും അതിനോടുള്ള ചില വ്യക്തിപൂജകളുടെയും അടിസ്ഥാനത്തിൽ ഇല്ലാതാക്കിയാലേ നമുക്ക് ദൈവവിശ്വാസത്തിൻ്റെ മാധുര്യം നുകരാൻ പറ്റുള്ളൂ. നിങ്ങൾ മുമ്പിലേക്ക് വരുന്നതിൻ്റെ ജാതിയും മതവും രാഷ്ട്രീയവും നോക്കിയിട്ടുള്ള വിവേചനമാണ് നിങ്ങൾ കാണിക്കുന്നതെങ്കിൽ ആ ദൈവവിശ്വാസം ആസ്വദിക്കാൻ കുറച്ച് പണിപാടുപെടും. അതിൻ്റെ കാരുണ്യം നുകരാൻ കുറച്ച് പണിപാടുപെടും. എല്ലാ റെസ്ട്രിക്ഷൻസും ഒഴിവാക്കിയിട്ട് ദൈവം മനുഷ്യനെ എങ്ങനെ കാണുന്നോ ആ ലെവലിലേക്ക് നമ്മൾ കാണാൻ വേണ്ടി നോക്കുക. ഒരാളെയും വിമർശിക്കാനുള്ളതല്ല, എതിർക്കാനുള്ളതല്ല, തർക്കിക്കാനുള്ളതല്ല. ഈ ദൈവകാരുണ്യം ആസ്വദിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം നമ്മുടെ ജീവിതം. ബൈ.